പ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. മുമ്പോട്ട് കടന്നു വരേണ്ടത് ഇസ്ലാം സ്ത്രീകളാ. ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദി ചീത്തവിളി കേൾക്കുന്ന ആർക്കു വേണ്ടിയാണെന്ന്? ഏറ്റവും അധികം നരേന്ദ്രമോദി സർക്കാർ ചീത്തവിളി കേൾക്കുന്നത് ഇസ്ലാം സ്ത്രീകൾക്ക് വേണ്ടിയാ. നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വിപ്ലവകരമായ തീരുമാനങ്ങളിൽ ഒന്ന് മുത്തലാഖ് നിരോധനം. നമ്മളെ ആരെയും ബാധിക്കുന്ന വിഷയം, ഇവിടെ ഇരിക്കുന്ന എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആരെയും ബാധിക്കുന്ന വിഷയമല്ല. ആ മുത്തലാഖ് നിരോധനം കൊണ്ട് മൃഗത്തെ പോലെ കണ്ടിരുന്ന, സമൂഹത്തിൽ നിലയും വരെയുമില്ലാതിരുന്ന ഏതൊരു പുരുഷനും 3 വാക്കുകൊണ്ട് കരിവേപ്പില പോലെ എടുത്തു കളയാൻ കഴിയുന്ന സ്ത്രീക്ക് ആ മുത്തലാഖ് നിരോധനം വഴി അവളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക ഈ രാജ്യത്ത് ആർക്ക് വേണ്ടി ചെയ്തതാണ്? സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തതാണ്. അതിനെതിരെ പ്രകടനം നടന്നു. അവർ പ്രകടനം നടത്തുന്നത് അവർക്കെതിരെയാണ്, അവരുടെ അമ്മയ്ക്കെതിരെയാണ്, അവരുടെ പെങ്ങൾക്കെതിരെയാണ്, അവരുടെ ഭാര്യക്കെതിരെയാണ്, അവരുടെ മകൾക്കെതിരെയാണ്. നിങ്ങൾ കേട്ടില്ലേ എത്ര സുന്ദരമായിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നത്. ഇതുപോലെ വിളിച്ചു പറയാൻ നമ്മുടെ കേരള നിയമസഭയിൽ ഒരാളെങ്കിലും വേണ്ടേ? അത് പാലയിൽ നിന്ന് തന്നെ ഉണ്ടാവുമെന്നുള്ളതാ പാലയിലെ കാഴ്ചകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇത് കണ്ടില്ലേ? ആയിരക്കണക്കിന് ആളുകളെയാണ് BJP ചരിത്രത്തിൽ ആദ്യമായിട്ട് പാലയിൽ ഇതുപോലെ അണിനിരത്തിയിട്ടുള്ളത്. ഷോൺ ജോർജിന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള പാലയിലെ ജനതയെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള അവിടെയുള്ള ആളുകള് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ പങ്കെടുക്കുന്നതിൽ പാലാ നിയോജക മണ്ഡലത്തിന് പുറത്തുള്ള ഒരാള് പോലും ഇല്ല എന്ന്. പാലയിലെ ജനത ഷോൺ ജോർജിന്റെ പിന്നിലേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ പോലും അന്തം വിട്ട് നോക്കിക്കാണുന്നത്. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ഒന്ന് പേടിച്ച് തന്നെയാണ് ഇപ്പൊ പാലയെ കുറിച്ച് പറയുന്നത്. ഇതുവരെ LDF-ഓ UDF-ഓ എന്ന് ചർച്ച ചെയ്തിരുന്ന കേരളം പാല ആര് ജയിക്കുമെന്ന് പറയുന്നതിൽ UDF-ഓ LDF-ഓ എന്ന് ചോദിക്കുന്നതിന് പകരം ഷോൺ ജോർജ് എന്ന പേര് വ്യക്തമായിട്ട് പതിഞ്ഞിരിക്കുന്നു. ഷോൺ ജോർജ് അവിടെ വിജയിച്ചു കയറുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് പാലയിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാ 10,000-കണക്കിന് ആളുകൾ ഇതുപോലെ അണിനിരന്നിട്ടുള്ളത്. ഷോൺ ജോർജിന് വേണ്ടി, BJPക്ക് വേണ്ടി, NDA മുന്നണിക്ക് വേണ്ടി വലിയ രീതിയിൽ ജനം ഇറങ്ങിക്കഴിഞ്ഞു. നമുക്കറിയാം, LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ജോസ് കെ മാണി അവിടെ സ്ഥാനാർത്ഥിയാവാൻ പോലും മടിച്ചു. ആര് കാരണോ? ഷോൺ ജോർജ് കാരണോ? അവിടെ BJPക്ക് വലിയ വളർച്ച വന്നു എന്നുള്ളത് മറ്റാരേക്കാൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള ജോസ് കെ മാണി പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് മടി കാണിച്ചു, നിർബന്ധിച്ചിട്ടാ ജോസ് കെ മാണി അംഗത്തിനിറങ്ങിയത്. ഇത്തവണ ഒരു കാര്യം സകല മലയാളികളും തിരിച്ചറിഞ്ഞോളൂ, പാലയിൽ വലിയൊരു വിജയം ഷോൺ ജോർജിനെ കാത്തിരിക്കുന്നു എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. ഇവിടെ മുത്തലാഖ് വിഷയത്തെ കുറിച്ച് പറഞ്ഞത് ഓരോ ആളുകളും കേട്ടില്ലേ? രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവന്നോ അതൊക്കെ തന്നെ കേരളത്തിലെ ജിഹാദികൾ, കേരളത്തിലെ ഇടത് വലത് കേന്ദ്രങ്ങൾ ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് അത് മുസ്ലിങ്ങൾക്കെതിരെയാണോ എന്ന് ഇവിടെ പച്ച കള്ളം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഷോൺ ജോർജ് ഒക്കെ പറയുന്നത് പോലെ സത്യം വിളിച്ചു പറയുന്നവർ നിയമസഭയിലെത്തണം. ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മോദി സർക്കാർ നടത്തുന്നത് നമ്മുടെ സഭയിൽ ശക്തമായിട്ട് വിളിച്ചു പറയാനും ഒരാൾ വേണം. ഇവിടെ മുത്തലാഖ് നിരോധിച്ചതിന് എതിരെ UDF രംഗത്തിറങ്ങിയില്ലേ, LDF രംഗത്തിറങ്ങിയില്ലേ, സകല ജിഹാദികളും രംഗത്തിറങ്ങിയില്ലേ? ഇവരൊക്കെ തന്നെ ഒരുമിച്ചൊരു കെട്ടല്ലായിരുന്നോ? എന്നാൽ ഇവിടെയുള്ള ഓരോ മുസ്ലിം സ്ത്രീയും ഒന്ന് ചിന്തിച്ചു നോക്കോ. പെങ്ങളുള്ള ഒരു മുസൽമാൻ, ഉമ്മയുള്ള ഒരു മുസൽമാൻ, സഹോദരിയുള്ള ഒരു മുസൽമാൻ, ഒന്ന് ചിന്തിച്ചു നോക്കണോ? ഇന്ന് രാജ്യത്ത് ഒരു മുസ്ലിം സ്ത്രീയെയും കറിവേപ്പില പോലെ വലിച്ചെറിയാൻ സാധിക്കില്ല. നമ്മുടെ കേരളത്തിലെ ഒരു MLA പോലും വാട്സാപ്പിലൂടെ മുത്തലാഖ് ചൊല്ലിയിട്ടുണ്ടായിരുന്നു. അത്രത്തോളം നിറികേട് മുസ്ലിം സ്ത്രീകള് നമ്മുടെ രാജ്യത്ത് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിൽ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിരുന്നു. എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ വിപ്ലവകരമായിട്ടുള്ള മുത്തലാഖ് നിരോധിച്ചതോട് കൂടിയിട്ട് അത് മുസ്ലിം സ്ത്രീകളെ എത്രത്തോളം വലിയ രീതിയിലാണ് മോദി സർക്കാർ നോക്കിക്കാണുന്നത്. ഇത് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടിയാണ് നരേന്ദ്രമോദി സർക്കാർ മുത്തലാഖ് നിരോധിച്ചത്. ഇന്ന് ഫോണിലോ വാട്സാപ്പിലോ മെസ്സേജ് ആയിട്ടോ ഇനി വാക്കാലോ മുത്തലാഖ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെതിരെ നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ, നമ്മുടെ കോടതികളിലേക്ക് നീതി നേടി മുസ്ലിം സ്ത്രീകൾക്ക്, അവരുടെ ഉപ്പമാർക്ക്, അവരുടെ ആങ്ങളമാർക്ക് നമ്മുടെ നീതിപീഠത്തെ സമീപിക്കാൻ സാധിക്കൂ.
ഇതൊക്കെ ഷോൺ ജോർജ് കൃത്യമായിട്ട് വിളിച്ചു പറയാ. മാത്രമല്ല, ഇവിടെ മോദി സർക്കാർ കൊണ്ടുവന്ന വഖഫ് ബോർഡ് നിയമ ഭേദഗതി, ഇവിടെ ഈ പറയുന്ന ജിഹാദികള് UDF LDF ഒക്കെ തന്നെ അത് മുസ്ലിങ്ങൾക്കെതിരെയാണോ എന്നാ പറയുന്നത്. യഥാർത്ഥത്തിൽ വഖഫ് ബോർഡ് ഭേദഗതി നിയമം അത് മുസ്ലിങ്ങൾക്കെതിരെയാണ്? അല്ല, ഒരിക്കലുമല്ല. അതിൽ വ്യക്തമായിട്ട് ഓരോ മുസൽമാനും തിരിച്ചറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊരു സാധാരണ മുസ്ലിമും സ്വത്ത് വഖഫ് ബോർഡിലേക്ക് വഖഫ് ചെയ്യുമ്പോ അതിനൊരു രേഖയും ഇല്ലായിരുന്നു. അതൊരു രേഖയായിട്ട് എവിടെയും രജിസ്റ്റർ ചെയ്യാറില്ലായിരുന്നു. എന്നാൽ ഇന്നത് മാറി. വഖഫിനൊരു ഭൂമി കൊടുക്കുമ്പോ അത് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഇതിന്റെയൊക്കെ തലപ്പത്തുള്ള പ്രമാണിമാർ അവരുടെ കുടുംബത്തെ വളർത്താൻ മാത്രമാണ് വഖഫ് ബോർഡൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. ആരെവിടെ നിന്ന് സ്വത്ത് കൊടുത്താലും അത് ഇതിന് മുകളിലുള്ള പ്രമാണിമാർ അവർക്ക് തോന്നിയതുപോലെ തിരിമറികൾ ചെയ്ത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് മുതലാളിമാരായി എന്നല്ലാതെ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ടോ? ലക്ഷം കോടി രൂപയുടെ ആസ്തിയുണ്ട് വഖഫ് ബോർഡിന്. ഇവിടെ എത്രത്തോളം മുസ്ലിങ്ങളിൽപ്പെട്ട സാധാരണക്കാരുണ്ട്, അവരിലേക്ക് എത്രത്തോളം സഹായം വഖഫ് ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു? ഇതൊക്കെ ഓരോ മുസൽമാനും ചിന്തിക്കേണ്ടതാ. മാത്രമല്ല, ഈ വഖഫ് ബോർഡ് നീതികേട് ഒരു മതവും ഒരിക്കലും അംഗീകരിക്കാത്ത രീതിയിൽ മറ്റു മതങ്ങളിലുള്ള സ്വത്തൊക്കെ കണ്ട് തോന്നുന്നത് പോലെ അവകാശപ്പെട്ട് മറ്റുള്ള മതങ്ങളിൽപ്പെട്ട ആളുകളെ ബുദ്ധിമുട്ടാക്കുക, അതും ഈ വഖഫ് ബോർഡ് ചെയ്തിരുന്നു. അതും ഒഴിവാക്കി. അത് യഥാർത്ഥത്തിൽ ഒരു മതത്തിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസിക്ക് അത് നല്ലത് എന്നല്ലാതെ അതിനെതിർക്കാൻ സാധിക്കുമോ? ഇതൊക്കെ ഓരോ മുസൽമാനും തിരിച്ചറിയണം. നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്ത് കൊണ്ടുവരുന്ന ഈ മതമൊക്കെയായി ബന്ധപ്പെട്ട് എന്തു കൊണ്ടുവന്നോ അത് മുസ്ലിങ്ങളുടെ ഗുണത്തിന് വേണ്ടി കൂടിയാ. ഇത് ഈ ഒരു ഐക്യമാണ്. ലോകത്ത് ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് പോലും ഇല്ലാത്ത രീതിയിലുള്ള തട്ടിപ്പും ഗിമ്മിക്കും വഖഫ് ബോർഡിൽ നടന്നിട്ട് അതൊന്നും ഇനി നടക്കില്ല. മുസ്ലിങ്ങളുടെ സ്വത്ത് അത് ഏതെങ്കിലും അതിന്റെ മുകളിലുള്ള പ്രമാണിമാർക്ക് കൊണ്ടുപോവാൻ സാധിക്കില്ല. അതിനൊരു രേഖ വേണം, അതിന് കൃത്യമായി രജിസ്റ്റർ വേണം, അതിന് കൃത്യമായ കണക്കുകൾ വേണമെന്ന പുതിയ നിയമത്തിൽ പറയുന്നത്. ഇതൊക്കെ തന്നെ ഈ മതവുമായി ബന്ധപ്പെട്ടുള്ള അത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗുണമല്ലേ? ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗുണമല്ലേ? ഇതൊക്കെ തുറന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ മനസ്സിലാക്കി കൊടുക്കാനും നമ്മുടെ നിയമസഭയിൽ ആള് വേണ്ടേ? ഇനി ഇറാൻ ഇസ്രായേൽ വിഷയം വന്നാൽ തൊമ്മാടി രാജ്യമാണ് ഇസ്രായേൽ എന്ന് ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാ. അത് ഏറ്റുപിടിക്കുക ഇവിടുത്തെ UDF. അപ്പൊ നമ്മുടെ നിയമസഭയിൽ നിന്ന് ഇസ്രായേലിൽ നമ്മളിൽപ്പെട്ട ആയിരക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവർക്കൊപ്പമാണ് നമ്മൾ എന്ന് പറയാൻ നമ്മുടെ കേരള നിയമസഭയിൽ ഒരു MLA വേണ്ടേ? ശക്തമായിട്ട് നട്ടെല്ല് നിവർത്തിക്കൊണ്ട് വിളിച്ചു പറയാൻ. ഇറാൻ വിഷയം വരുമ്പോ ഈ ഖമേനി ലോകം മൊത്തം നമുക്കറിയാം, ഖമേനി ലോകം മൊത്തം ജിഹാദിസത്തെ വളർത്തുക. ആ ഇറാന് വേണ്ടി നമ്മുടെ നിയമസഭ ഒന്നടങ്കം ഒപ്പം നിൽക്കുമ്പോ ഇറാനിയൻ ജനതക്കെതിരല്ലേ ആരും, പക്ഷെ അവിടെയുള്ള മതഭ്രാന്തന്മാർക്കെതിരെ നിന്നേ പറ്റൂ. അവ നമ്മുടെ നിയമസഭയിൽ ആ ജിഹാദികൾക്കെതിരെ ശബ്ദിക്കാൻ ഇവിടെ ഒരാൾ വിജയിച്ചു വരണ്ടേ? അത് പാലയിലെ ജനത അത് തിരിച്ചറിഞ്ഞ്, അതുകൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകള് ഷോൺ ജോർജിന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത്. എഴുതി വെച്ചോളൂ, റിസൾട്ട് വരുമ്പോ പാലയിൽ വിജയക്കൊടി പാറിക്കുക ഷോൺ ജോർജ് തന്നെയായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.